JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി നിയമം നിലവിൽ വന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി നിയമം നിലവിൽ വന്നത് എന്നാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ എ 11/4/1969, ഓപ്ഷൻ ബി 15/5/1969, ഓപ്ഷൻ സി 12/5/1969, ഓപ്ഷൻ ഡി 9/4/1969. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി നിയമം നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 15/5/1969. അടുത്ത ക്വസ്റ്റ്യൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്നത് KCS നിയമത്തിലെ ഡാഷ് വകുപ്പ് പ്രകാരം നിർവചിച്ചിരിക്കുന്നു. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്നത് KCS നിയമത്തിലെ ഡാഷ് വകുപ്പ് പ്രകാരം നിർവചിച്ചിരിക്കുന്നു. ഏത് വകുപ്പ് പ്രകാരമാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്നത് നിർവചിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഏതാണ്? 2D, 2C, 2D, 2B. ഏതാണ് കറക്റ്റ് ആൻസർ? ആർക്കെങ്കിലും അറിയോ? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്നത് KCS നിയമത്തിലെ ഡാഷ് വകുപ്പ് പ്രകാരം നിർവഹിച്ചിരിക്കുന്നത്. ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2C വകുപ്പ് പ്രകാരം നിർവഹിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് KCS നിയമത്തിലെ ഡാഷ് വകുപ്പ് പ്രകാരം നിർവഹിച്ചിരിക്കുന്നു. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് KCS നിയമത്തിലെ ഡാഷ് വകുപ്പ് പ്രകാരം നിർവഹിച്ചിരിക്കുന്നു. ഏത് വകുപ്പ് പ്രകാരമാണ് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് നിർവഹിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2RC വകുപ്പ് പ്രകാരമാണ് നിർവഹിച്ചിരിക്കുന്നത്. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് KCS നിയമത്തിലെ 2RC വകുപ്പ് പ്രകാരമാണ് നിർവഹിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ എന്നിവർ സംബന്ധിച്ചു. ഏതിലാണ് ഡോക്ടർ വർഗീസ് കുര്യൻ എന്നിവർ സംബന്ധിച്ചത്? ഓപ്ഷൻ എ ഹരിത വിപ്ലവം, ഓപ്ഷൻ ബി പിങ്ക് വിപ്ലവം, ഓപ്ഷൻ സി ധവള വിപ്ലവം, ഓപ്ഷൻ ഡി നീല വിപ്ലവം. ഏതാണ് ഡോക്ടർ വർഗീസ് കുര്യൻ എന്നിവർ സംബന്ധിച്ചു? ഏതിലാണ്, ഏത് വിപ്ലവത്തിലാണ് സംബന്ധിച്ചത്? ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ധവള വിപ്ലവം. ഡോക്ടർ വർഗീസ് കുര്യൻ എന്നിവർ സംബന്ധിച്ചു ഏതിലാണ്? ധവള വിപ്ലവം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ലിസ്റ്റുകളിൽ ഒന്നില് സഹകരണം ഉൾപ്പെടുന്നു. ഈ താഴെ 4 ലിസ്റ്റുകൾ പറയുന്നുണ്ട് അല്ലെ? അതിന്റെ അകത്ത് ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്, ഓപ്ഷൻ ബി കൺകറന്റ് ലിസ്റ്റ്, ഓപ്ഷൻ സി സംസ്ഥാന പട്ടിക, ഓപ്ഷൻ ഡി മുകളിൽ ഒന്നുമില്ല. അപ്പോൾ ഈ ലിസ്റ്റില്, താഴെ പറയുന്ന ലിസ്റ്റുകളിൽ ഒന്നില് സഹകരണം ഉൾപ്പെടുന്നുണ്ട്. അത് ഏത് ലിസ്റ്റ് ആണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരമെന്ന്? വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യനുകളാണ് എല്ലാം തന്നെ. എല്ലാം പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സംസ്ഥാന പട്ടിക. താഴെ പറയുന്ന ലിസ്റ്റുകളിൽ ഒന്നിൽ സഹകരണം ഉൾപ്പെടുന്നു. സഹകരണം ഉൾപ്പെടുന്ന ഏതാണ്? സംസ്ഥാന പട്ടിക. അടുത്ത ക്വസ്റ്റ്യൻ. ICA സ്ഥാപിതമായത്. ICA സ്ഥാപിതമായത് എന്നാണ്? ICA സ്ഥാപിതമായത്. ഓപ്ഷൻ എ 1895, ഓപ്ഷൻ ബി 1842, ഓപ്ഷൻ സി 1905, ഓപ്ഷൻ ഡി 1890. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1895. ICA സ്ഥാപിതമായത് 1895-ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പദത്തെ നിർവചിക്കുന്നത് ഏത് വിഭാഗമാണ്? ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പദത്തെ നിർവചിക്കുന്നത് ഏത് വിഭാഗമാണ്? ഓപ്ഷൻ എ 2IA, ഓപ്ഷൻ ബി 2I, ഓപ്ഷൻ സി 2J, ഓപ്ഷൻ ഡി 2IB. ഏതാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പദത്തെ നിർവചിക്കുന്നത്? ഏത് വിഭാഗമാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2IB. 2IB. അടുത്ത ക്വസ്റ്റ്യൻ. KCS നിയമത്തിലെ ഡാഷ് വകുപ്പ് പ്രകാരം ഒരു സൊസൈറ്റിയെ തകർക്കാൻ രജിസ്ട്രാർ ഉത്തരവിട്ടേക്കാം. KCS നിയമത്തിലെ ഡാഷ് വകുപ്പ് പ്രകാരം ഒരു സൊസൈറ്റിയെ തകർക്കാൻ രജിസ്ട്രാർ ഉത്തരവിട്ടേക്കാം. അപ്പോൾ
KCS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഒരു സൊസൈറ്റിയെ തകർക്കാൻ രജിസ്ട്രാർ ഉത്തരവിടുന്നത്? ഓപ്ഷൻ എ 32, ഓപ്ഷൻ ബി 33, ഓപ്ഷൻ സി 71, ഓപ്ഷൻ ഡി 65. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 71. KCS നിയമത്തിലെ 71 വകുപ്പ് പ്രകാരം ഒരു സൊസൈറ്റിയെ തകർക്കാൻ രജിസ്ട്രാർ ഉത്തരവിട്ടേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ KCS നിയമത്തിലെ ഇനി പറയുന്ന വകുപ്പുകൾക്ക് കീഴിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ KCS നിയമത്തിലെ ഇനി പറയുന്ന വകുപ്പുകൾക്ക് കീഴിലാണ് നിർവഹിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെക്ഷൻ 28A, ഓപ്ഷൻ ബി സെക്ഷൻ 28B, ഓപ്ഷൻ സി വിഭാഗം 28AA, ഓപ്ഷൻ ഡി വിഭാഗം 28AB. ഏതാണ് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ KCS നിയമത്തിലെ ഇനി പറയുന്ന വകുപ്പുകൾക്ക് കീഴിലാണ് രൂപീകരിച്ചിരിക്കുന്നത്? ഏത് വകുപ്പുകൾക്ക് കീഴിലാണ് രൂപീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വിഭാഗം 28B. വിഭാഗം 28B. അടുത്ത ക്വസ്റ്റ്യൻ. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ചട്ടങ്ങളില് റൂൾ 63 വിവരിക്കുന്നു. അപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ചട്ടങ്ങളിലെ റൂൾ 63 വിവരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സൊസൈറ്റികൾ നടത്തുന്ന ദ്രാവക വിഭവങ്ങളുടെ പരിപാലനം, ഓപ്ഷൻ ബി കിട്ടാക്കടങ്ങളും നഷ്ടങ്ങളും എഴുതിത്തള്ളല്, ഓപ്ഷൻ സി സഹകരണ ഓഡിറ്റ് ഡയറക്ടർ, ഓപ്ഷൻ ഡി ഒരു ഓഡിറ്ററുടെ യോഗ്യത. ഇതിൽ ഏതാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ചട്ടങ്ങളിലെ റൂൾ 63 വിവരിക്കുന്നത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സൊസൈറ്റികൾ നടത്തുന്ന ദ്രാവക വിഭവങ്ങളുടെ പരിപാലനം. അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെ പ്രൊമോഷൻ KCS റൂളുകളിലെ റൂൾ ഡാഷിൽ നിർവചിച്ചിരിക്കുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെ പ്രൊമോഷൻ KCS റൂളുകളിലെ റൂൾ ഡാഷിൽ നിർവചിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ റൂൾ 184, ഓപ്ഷൻ ബി റൂൾ 185, ഓപ്ഷൻ സി റൂൾ 186, ഓപ്ഷൻ ഡി റൂൾ 187. ഏത് റൂളിലാണ് സൊസൈറ്റി ജീവനക്കാരുടെ പ്രൊമോഷനെ നിർവചിച്ചിരിക്കുന്നത്? ഏത് റൂളാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. റൂൾ 185. റൂൾ 185ലാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെ പ്രൊമോഷൻ വിവരിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കൃതി ഒരു പുസ്തകമേളയാണ് സംഘടിപ്പിച്ചത്. കൃതി ഒരു പുസ്തകമേളയാണ് സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ ബി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, ഓപ്ഷൻ സി എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക്, ഓപ്ഷൻ ഡി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. കൃതി ഒരു പുസ്തകമേളയാണ് സംഘടിപ്പിച്ചത് ആരാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണോ? സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഏതാണ് സംഘടിപ്പിച്ചത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. കൃതി ഒരു പുസ്തകമേളയാണ് സംഘടിപ്പിച്ചത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. അടുത്ത ക്വസ്റ്റ്യൻ. സഹകരണ വികസന ക്ഷേമനിധി സെക്ഷൻ പ്രകാരം സ്ഥാപിച്ചിട്ടുണ്ട്. സഹകരണ വികസന ക്ഷേമനിധി ഏത് സെക്ഷൻ പ്രകാരമാണ് സ്ഥാപിച്ചിട്ടുള്ളത്? സഹകരണ വികസന ക്ഷേമനിധി. ഓപ്ഷൻ എ സെക്ഷൻ 56A, ഓപ്ഷൻ ബി വിഭാഗം 57, ഓപ്ഷൻ സി സെക്ഷൻ 57A, ഓപ്ഷൻ ഡി വിഭാഗം 57B. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 57A. സഹകരണ വികസന ക്ഷേമനിധി സെക്ഷൻ 57A പ്രകാരം സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 19B. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 19B എന്താണ് 19B? ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ വിവരങ്ങൾ ലഭിക്കാനുള്ള അംഗത്തിന്റെ അവകാശം, ഓപ്ഷൻ ബി പങ്കാളിത്തം, ഓപ്ഷൻ സി വോട്ട് വിനിയോഗിക്കുന്ന രീതി, ഓപ്ഷൻ ഡി അംഗങ്ങളുടെ വോട്ട്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 19B എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിവരങ്ങൾ ലഭിക്കാനുള്ള അംഗത്തിന്റെ അവകാശം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 19B എന്താണ്? വിവരങ്ങൾ ലഭിക്കാനുള്ള അംഗത്തിന്റെ അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ. പടിഞ്ഞാറുള്ള ഒരു സഹകരണ സംഘങ്ങളുടെ
അന്തിമ അതോറിറ്റി, പടിഞ്ഞാറുള്ള ഒരു സഹകരണ സംഘങ്ങളുടെ അന്തിമ അതോറിറ്റി. ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി പ്രസിഡന്റ്, ഓപ്ഷൻ സി ചീഫ് എക്സിക്യൂട്ടീവ്, ഓപ്ഷൻ ഡി അതിന്റെ അംഗങ്ങളുടെ ജനറൽ ബോഡി. ഏതാണ് ശരി ഉത്തരം? പടിഞ്ഞാറുള്ള ഒരു സഹകരണ സംഘങ്ങളുടെ അന്തിമ അതോറിറ്റി ആരാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതിന്റെ അംഗങ്ങളുടെ ജനറൽ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മിറ്റിയിലെ വനിതാ അംഗങ്ങൾക്കും പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട അംഗങ്ങൾക്കും സംവരണം നിർബന്ധമാക്കിയിരിക്കുന്നു വിഭാഗത്തിന് കീഴില്. ഏത് വിഭാഗത്തിന് കീഴിലാണെന്ന്? കമ്മിറ്റിയിലെ വനിതാ അംഗങ്ങൾക്കും പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട അംഗങ്ങൾക്കും സംവരണം നിർബന്ധമാക്കിയിരിക്കുന്നു. ഏത് വിഭാഗത്തിന് കീഴിലാണ്? ഓപ്ഷൻ എ KCS ആക്ടിന്റെ സെക്ഷൻ 28B, ഓപ്ഷൻ ബി KCS നിയമത്തിലെ സെക്ഷൻ 28AA, ഓപ്ഷൻ സി KCS ആക്ടിന്റെ സെക്ഷൻ 28AB, ഓപ്ഷൻ ഡി KCS ആക്ടിന്റെ സെക്ഷൻ 28A. ഏത് സെക്ഷൻ പ്രകാരമാണ് കമ്മിറ്റിയിലെ വനിതാ അംഗങ്ങളുടെ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് സംവരണം നിർബന്ധമാക്കിയിരിക്കുന്നു? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. KCS ആക്ടിന്റെ സെക്ഷൻ 28A. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ പ്രകാരം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിലെ ഏതെങ്കിലും വ്യവസ്ഥകളിൽ നിന്ന് സർക്കാരിനെ ഒഴിവാക്കാനും സൊസൈറ്റിയെ ഒഴിവാക്കാനും കഴിയും? സെക്ഷൻ പ്രകാരം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിലെ ഏതെങ്കിലും വ്യവസ്ഥകളിൽ നിന്ന് സർക്കാരിനെ ഒഴിവാക്കാനും സൊസൈറ്റിയെ ഒഴിവാക്കാനും കഴിയും. ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ എ വകുപ്പ് 110, ഓപ്ഷൻ ബി വിഭാഗം 100, ഓപ്ഷൻ സി സെക്ഷൻ 101, ഓപ്ഷൻ ഡി വകുപ്പ് 109. ഏത് സെക്ഷൻ പ്രകാരമാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിലെ ഏതെങ്കിലും വ്യവസ്ഥകളിൽ നിന്ന് സർക്കാരിനെ ഒഴിവാക്കാനും സൊസൈറ്റി ഒഴിവാക്കാനും കഴിയും? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി സി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 101. സെക്ഷൻ 101. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ സെക്ഷൻ 81 പ്രകാരം രൂപീകരിച്ച ട്രിബ്യൂണൽ ഒരു പദവി വഹിക്കുന്നു. ഏത് പദവിയാണ് ട്രിബ്യൂണൽ വഹിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ സെക്ഷൻ 81 പ്രകാരം രൂപീകരിച്ച ട്രിബ്യൂണൽ ഒരു പദവി വഹിക്കുന്നു. ഏത് പദവിയാണ് വഹിക്കുന്നത്? ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ സഹകരണ സംഘങ്ങളുടെ അഡീഷണൽ രജിസ്ട്രാർ, ഓപ്ഷൻ ബി സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി, ഓപ്ഷൻ സി സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാര്, ഓപ്ഷൻ ഡി സഹകരണ സംഘങ്ങളുടെ ജോയിന്റ് രജിസ്ട്രാർ. ഏത് പദവിയാണ് വഹിക്കുന്നത്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ സെക്ഷൻ 81 പ്രകാരം രൂപീകരിച്ച ട്രിബ്യൂണൽ ഒരു പദവി വഹിക്കുന്നു. ഏത് പദവിയാണ് വഹിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാർ. സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി. സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന പദവിയാണ് വഹിക്കുന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ സെക്ഷൻ 81 പ്രകാരം രൂപീകരിച്ച ട്രിബ്യൂണൽ ഒരു പദവി വഹിക്കുന്നു. ഏത് പദവിയാണ് വഹിക്കുന്നത്? സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജിയുടെ പദവി വഹിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ പ്രകാരം സർക്കാർ ഒരു സംസ്ഥാന സഹകരണ യൂണിയൻ സ്ഥാപിക്കും. ഏത് സെക്ഷൻ പ്രകാരമാണ് സർക്കാർ ഒരു സംസ്ഥാന സഹകരണ യൂണിയൻ സ്ഥാപിക്കുന്നത്? ഓപ്ഷൻ എ 89 ഓഫ് KCS ആക്ട്, KCS നിയമത്തിന്റെ B88, KCS നിയമത്തിന്റെ C90, ഡി KCS ആക്ടിന്റെ 88B. ഏതാണ് ശരി ഉത്തരം? ഏത് സെക്ഷൻ പ്രകാരമാണ് സർക്കാർ ഒരു സംസ്ഥാന സഹകരണ യൂണിയൻ സ്ഥാപിക്കുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 89 ഓഫ് KCS ആക്ട്. 89 ഓഫ് KCS ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 56ാം വകുപ്പ് വിവരിക്കുന്നു. എന്താണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 56ാം വകുപ്പ് വിവരിക്കുന്നത്? ഓപ്ഷൻ എ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം, ഓപ്ഷൻ ബി ഫണ്ടുകളുടെ നിക്ഷേപം, ഓപ്ഷൻ സി അറ്റലാഭത്തിന്റെ വിനിയോഗം, ഓപ്ഷൻ ഡി കൺസർവേഷൻ ലെൻഡിംഗ് സ്കീം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 56ാം വകുപ്പ് വിവരിക്കുന്നു. എന്താണ് 56ാം വകുപ്പ് വിവരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അറ്റലാഭത്തിന്റെ വിനിയോഗം. അറ്റലാഭത്തിന്റെ വിനിയോഗത്തെ കുറിച്ചാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 56ാം വകുപ്പ് വിവരിക്കുന്നത്. അറ്റലാഭത്തിന്റെ വിനിയോഗം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ ഡാഷ് വകുപ്പ് പ്രകാരം ഗഹാൻ സൃഷ്ടിക്കാവുന്നതാണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ
ഡാഷ് വകുപ്പ് പ്രകാരം ഗഹാൻ സൃഷ്ടിക്കാവുന്നതാണ്. ഏത് വകുപ്പ് പ്രകാരമാണ് ഗഹാൻ സൃഷ്ടിക്കുന്നത്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഗഹാൻ സൃഷ്ടിക്കുന്നത്? ഓപ്ഷൻ എ വിഭാഗം 35, ഓപ്ഷൻ ബി വിഭാഗം 36, ഓപ്ഷൻ സി സെക്ഷൻ 36A, ഓപ്ഷൻ ഡി വിഭാഗം 37. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 36A. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 36A വകുപ്പ് പ്രകാരം ഗഹാൻ സൃഷ്ടിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സെക്ഷൻ അനുസരിച്ച് രജിസ്ട്രാർ സൊസൈറ്റിയെ അതിന്റെ തരം അനുസരിച്ച് തരംതിരിക്കണം. സെക്ഷൻ അനുസരിച്ച് ഏത് സെക്ഷൻ അനുസരിച്ചാണ് രജിസ്ട്രാർ സൊസൈറ്റി അതിന്റെ തരം അനുസരിച്ച് തരംതിരിക്കുന്നത്? ഓപ്ഷൻ എ 16, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 17. ഏതാണ് ശരി ഉത്തരം? സെക്ഷൻ 15 അനുസരിച്ചാണ് രജിസ്ട്രാർ സൊസൈറ്റി അതിന്റെ തരം അനുസരിച്ച് തരംതിരിക്കണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 15. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സഹകരണ സൊസൈറ്റിയുടെ ഫീഡർ കാറ്റഗറി സബ് റൂൾ ഉപയോഗിക്കുന്നു. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സഹകരണ സൊസൈറ്റിയുടെ ഫീഡർ കാറ്റഗറി സബ് റൂൾ ഉപയോഗിക്കുന്നു. എന്തിനാണ്? ഓപ്ഷൻ നോക്കാലോ. ഓപ്ഷൻ എ അതിലെ അംഗങ്ങൾക്ക് വോട്ടവകാശം നൽകുക, ഓപ്ഷൻ ബി അതിന്റെ അംഗങ്ങൾക്ക് ലാഭവിഹിതം വിതരണം ചെയ്യുക, ഓപ്ഷൻ സി അതിന്റെ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുക, ഓപ്ഷൻ ഡി അതിന്റെ ജീവനക്കാർക്ക് വായ്പകൾ വിതരണം ചെയ്യുക. ഏതിനു വേണ്ടിയിട്ടാണ് ഒരു സഹകരണ സൊസൈറ്റിയുടെ ഫീഡർ കാറ്റഗറി സബ് റൂൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതിന്റെ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുക. അതിന്റെ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടിയാണ് ഒരു സഹകരണ സൊസൈറ്റിയുടെ ഫീഡർ കാറ്റഗറി സബ് റൂള് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിഭാഗത്തിന് കീഴിൽ ഒരു സൊസൈറ്റി അതിന്റെ പേര് മാറ്റാം. ഏത് വിഭാഗത്തിന് കീഴിലാണ് ഒരു സൊസൈറ്റിക്ക് അതിന്റെ പേര് മാറ്റാവുന്നത്? ഓപ്ഷൻ എ KCS ആക്ടിന്റെ സെക്ഷൻ 10, ഓപ്ഷൻ ബി KCS ആക്ടിന്റെ സെക്ഷൻ 9, ഓപ്ഷൻ സി KCS ആക്ടിന്റെ സെക്ഷൻ 11, ഓപ്ഷൻ ഡി KCS ആക്ടിന്റെ സെക്ഷൻ 9A. ഏത് വിഭാഗത്തിന് കീഴിൽ ഒരു സൊസൈറ്റിക്ക് അതിന്റെ പേര് മാറ്റാം? ഏത് വിഭാഗത്തിന് കീഴിലാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. KCS ആക്ടിന്റെ സെക്ഷൻ 10 വിഭാഗത്തിന് കീഴിൽ ഒരു സൊസൈറ്റിക്ക് അതിന്റെ പേര് മാറ്റാം. അടുത്ത ക്വസ്റ്റ്യൻ. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 18 ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്തിനെ കുറിച്ചാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 18 പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ അംഗങ്ങളെ പുറത്താക്കല്, ഓപ്ഷൻ ബി അംഗങ്ങളാകുന്ന വ്യക്തികള്, ഓപ്ഷൻ സി അംഗങ്ങളുടെ വോട്ട്, ഓപ്ഷൻ ഡി നിയമപരമായ അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗങ്ങൾ. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 18 ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നാമപരമായ അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 18 നാമപരമായ അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗങ്ങൾ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളെല്ലാം തന്നെ ഇതുവരെ പൂർത്തിയായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.